നമസ്കാരം. നാളെ 7-ാം തീയതി മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാകണം എന്നും പറഞ്ഞ് എനിക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നിൽ ഒരു അറിയിപ്പ് വന്നിരുന്നു. തിരക്ക് കാരണവും പിന്നെ ഇതെൻ്റെ സ്വന്തം കാര്യമാണല്ലോ, ഇത് നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ടതില്ല എന്ന ഒരു മനോഭാവത്തിലാണ് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്ക് പൊതുവായ കാര്യം തന്നെയാണ് ഇത്, മറ്റുള്ളവരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഇത്തരം ഒരു സന്ദർഭങ്ങൾ ഉണ്ടായെന്നിരിക്കും. തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കട്ടെ എന്ന് ഭവിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 7-ാം തീയതി നാളെ ഞാൻ ചെന്ന് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് ഞാൻ ദീർഘമായിട്ടൊന്നും പറയാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആശങ്ക. കാരണം 99% നല്ല മനുഷ്യപ്പറ്റുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിലും 1% അവിടെ ഇവിടെ ഇച്ചിരി മനുഷ്യരഹിത ഓഫീസർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് താനും. പക്ഷെ അവരുടെയൊക്കെ ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഈ ജോലിക്ക് വന്ന് കയറിയവരല്ല, മറിച്ച് അപ്പനും അമ്മയും ഞങ്ങളെ നല്ലപോലെ പഠിപ്പിച്ചു, ഞങ്ങളും ബിരുദാനന്ദ ബിരുദം എടുത്തു, പോരാത്തതിന് ഇൻ്റർവ്യൂ ടെസ്റ്റ് എന്നിങ്ങനെ സകല പ്രോസസ്സും വിജയിച്ചിട്ടാണ് ഞങ്ങൾ ഇത്തരം ജോലിക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നേരെ ഇഞ്ഞ് പോരുകയല്ലായിരുന്നു, ഞങ്ങളെ വിളിച്ച് കയറ്റുകയല്ലായിരുന്നു. സോ ഇത്തരം കടമ്പകളെല്ലാം കടന്നു വന്ന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും തെറ്റുണ്ടാവില്ല എന്ന ഒരു നിലപാടിലായിരിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ 2 ഓപ്ഷനില്ല, ശരിയും തെറ്റ് എന്നുള്ള 2 ഓപ്ഷനൊന്നുമില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഞാൻ ചെയ്തത് ശരിയാണ്, ഇത് തന്നെയാണ് ഇതിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻ എന്നൊക്കെ. കാരണം 99% സാധാരണക്കാർക്കും റൂൾ ആൻഡ് റെഗുലേഷൻ എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ആ പറയും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു വിവരം അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ഇതിൻ്റെ വിവരം നിങ്ങളെ അറിയിക്കാനായിട്ട്. അതുവരെ ക്ഷമിക്കുക. ഈ അടുത്ത് തന്നെ ഞാൻ ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്, മറ്റൊരാളുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി. ചിലപ്പം ഞാൻ യാത്ര പോകാൻ സാധ്യതയുണ്ട്. എന്നോട് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ശരി ആയിക്കോട്ടെ വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. എന്തായാലും സമയം കിട്ടുമ്പം ഇതിൻ്റെ പൂർണ്ണ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ DD ഫാമിലി, എസ്കേപ്പ്, നിക്കാഹ് ഫാമിലി തുടങ്ങിയ ഫാമിലികളെ പറ്റിയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അത്തരം റിയാക്ഷൻ വീഡിയോകളിൽ കാണുന്നവർക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ വിമർശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. നന്ദി, നമസ്കാരം.